അങ്ങനെ മാസപ്പടി കേസിൽ കുറ്റപത്രമായിരിക്കും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ കുറ്റപത്രം. നിയമമനുസരിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടിയാലേ പ്രോസിക്യൂഷൻ തുടങ്ങാനാവൂ. ആ അനുമതിയും കിട്ടി പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. 3 കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിൽ SFIO കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലെ കണ്ടെത്തലാണ്. അത് ഫ്രോഡുലന്റ് പേയ്മെന്റ്സ് എന്ന് തന്നെ SFIO കണ്ടെത്തിയിരിക്കും. 2,70,00,000. അതിന്റെ ഗുണഭോക്താവ് വീണ ടി എന്ന വീണ തൈക്കണ്ടിയിലും അവരുടെ കമ്പനിയായ എക്സാലോജിക്. കമ്പനി നിയമത്തിലെ 447 വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഈ വകുപ്പ് കമ്പനി കാര്യങ്ങളിൽ തട്ടിപ്പ് നടത്തിയാൽ ചുമത്തുന്നതാണ്. ഫ്രോഡ് ഇൻക്ലൂഡ്സ് എനി ആക്ട്, omission, concealment or abuse of position committed with the intent to deceive, gain undue advantage or injure the company, its shareholders, creditors or any other person. ഇതാണ് 447 വകുപ്പ്. ഇതുപ്രകാരം 10 വർഷം വരെ തടവ് കിട്ടാം. ഈ വകുപ്പാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ശശിധരൻ കർത്ത CMRLന്റെ MD പ്രതിയാണ്. വീണ ടി എക്സാലോജിക്കിന്റെ ഏക ഡയറക്ടർ പ്രതിയാണ്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന CMRL കമ്പനി പ്രതിയാണ്. എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന വീണയുടെ കമ്പനി പ്രതിയാണ്. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി പ്രതിയാണ്. ഈ കമ്പനി CMRL MD ശശിധരൻ കർത്തയുടെയും ഭാര്യയുടെയും പേരിലുള്ളതാണ്. ഈ കമ്പനിയിൽ നിന്ന് വായ്പ എന്ന പേരിൽ വീണ തൈക്കണ്ടിയിലിന് ലക്ഷക്കണക്കിന് രൂപ അനുവദിച്ചിരുന്നു. ആ തുക ഒരിക്കലും വീണ തിരിച്ചടച്ചിരുന്നില്ല. അതുകൊണ്ട് അത് വായ്പയല്ല, അത് ചെയ്യാത്ത സേവനത്തിന് നൽകിയ പ്രതിഫലത്തിന്റെ പട്ടികയിൽ പെടുത്താവുന്നതാണ്. അങ്ങനെ കമ്പനികാര്യ നിയമത്തിലെ 447 വകുപ്പ് അനുസരിച്ച് വീണ ടി പ്രതിയായിരിക്കുന്നു. മറ്റൊരു സുപ്രധാനമായ കണ്ടെത്തൽ 182 കോടിയുടെ തിരിമറിയാണ്. നേരത്തെ 135 കോടിയായി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്ന തുകയാണിപ്പോൾ 182 കോടിയായി ഉയർന്നിരിക്കുന്നത്. അതായത് CMRL എന്ന കമ്പനി തെറ്റായ രേഖകൾ ഉണ്ടാക്കി മാലിന്യം കടത്തുന്നതിനും മറ്റും ഉള്ള ചെലവായി കള്ള ബില്ലുകൾ ഉണ്ടാക്കി 182 കോടി സമാഹരിച്ചു. കമ്പനിയുടെ ചെലവെന്ന രീതിയിൽ കാണിച്ച് അത് രാഷ്ട്രീയ നേതാക്കൾക്ക് അടക്കം കൊടുത്തു. അതിൽ ചില പേരുകൾ മാത്രമാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അത് PV എന്ന പിണറായി വിജയൻ, OC എന്ന ഉമ്മൻചാണ്ടി, RC എന്ന രമേശ് ചെന്നിത്തല, പിന്നെ കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ്, ഈ പേരുകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. പക്ഷേ നിരവധി രാഷ്ട്രീയ നേതാക്കൾ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ആദായ നികുതി വകുപ്പ് 2019 കർത്തയുടെ ഓഫീസുകളിലും വീടുകളിലും ഉദ്യോഗസ്ഥരുടെ വീടുകളിലും നടത്തിയ പരിശോധനയിൽ റെയ്ഡിൽ വെളിപ്പെട്ടതാണ്.